സ്തോത്രം. എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 10 മുതൽ 20 വാക്യത്തിൻ്റെ 4-ാമത്തെ എപ്പിസോഡാണ് നിങ്ങൾ കേൾക്കുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, സത്യം അരക്കി കിട്ടി, നീതി എന്ന കവചം ധരിച്ച്, സമാധാന സൂക്ഷിച്ച കാലം ജരിപ്പാക്കി, സകല ദുഷ്ടന്റെ ചെയ്യുമ്പോഴേക്കും എടുപ്പ് അന്തക്കൊണ്ട് വിശ്വാസമുണ്ട് പറയും. രക്ഷ എന്ന ചിരസ്ത്രവും ദൈവവചനം എന്ന ആത്മാവിൻ്റെ വാളും ഏത് നേരത്ത് ആത്മാവിൽ പ്രാർത്ഥിച്ചും. ഈ ആത്മാവിൻ്റെ പ്രാർത്ഥനയാണ് പൗലോസും ശീലാസും ചെയ്തതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പ്രവൃത്തി പുസ്തകത്തിൽ 4-ാം അധ്യായത്തിലെ യഹൂദ പരീക്ഷകൾ, ഈ പുതിയ നിയമസഭയ്ക്കെതിരെ യഹൂദന്മാർ കൂട്ടം കൂടി ഉപദ്രവവും അക്രമങ്ങളൊക്കെ അടിച്ചുവിട്ടപ്പോൾ അവർ ഒരു മനസ്സോടെ ഏകഹൃദയത്തോടെ ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ ആ പ്രാർത്ഥന ആത്മാവിൻ്റെ പ്രാർത്ഥനയെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കാറുണ്ട്, അതിൻ്റെ വിടുതൽ അനുഭവിച്ചവനാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രാർത്ഥന ബുദ്ധി കൊണ്ട് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. എന്നാൽ ആത്മാവിൽ പ്രാർത്ഥിക്കാൻ ദൈവസഭ ഈ ദിവസങ്ങളിൽ മുമ്പോട്ട് വരണം. ദൈവമക്കൾ മുമ്പോട്ട് വരണം. ഭക്തന്മാർ, ഭക്തമതികൾ മുമ്പോട്ട് വരണം. ആത്മാവിൻ്റെ പ്രാർത്ഥന വെളിപ്പെടണം. അവിടെയാണ് ദൈവമഹത്വം വെളിപ്പെടുന്നത്. ഹല്ലേലൂയ. കാരണം നമുക്കെതിരെ നിൽക്കുന്നത് പിശാചാണ്, വ്യക്തികളല്ല. ആ പിശാചിനെ എതിരിടാനായിട്ട് ദൈവവചനമെന്ന ആത്മാവിൻ്റെ വാള്, കർത്താവിന് ദൈവവചനമെന്ന് പേര്. അപ്പം ആ വചനം കർത്താവല്ലേ? വചനമെന്ന വാളെന്ന് പറഞ്ഞ കർത്താവല്ലേ? ആ വാള് പ്രയോഗിക്കുമ്പോൾ കർത്താവ് അല്ലേ അതിനെതിരെ യുദ്ധം ചെയ്യുന്നത്? നമ്മളല്ലല്ലോ. എന്താ ഈ പരിജ്ഞാനം നമുക്കുണ്ടാകാത്തത്? പറഞ്ഞു തരാൻ ആളില്ല. നമുക്കെതിരെ നിൽക്കുന്നത് ശത്രു, നമുക്ക് പോരാട്ടം ശത്രു, നമ്മളെ തടസ്സങ്ങൾ ഉണ്ടാക്കുന്ന ശത്രു. അവിടെ നമ്മുടെ മാൻ പവർ ഉപയോഗിച്ചാൽ രക്ഷയില്ലെന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിന് ദൈവവചനം എന്ന ആത്മാവിൻ്റെ വാള് തന്നെ പ്രാർത്ഥിച്ച്, ആത്മാവ് ഉദ്ദേശിക്കുന്ന വചനം തരുമ്പോൾ അതെടുത്ത് ആ പ്രാർത്ഥിച്ച് ആ വിഷയത്തിന്മേൽ ആഞ്ഞു വെട്ടുക. അതാണ് ശത്രുവിനെതിരെയുള്ള ശക്തിയായ പ്രഹരം. അപ്പോൾ ശത്രു ഓടിപ്പോവും. സത്യം അരക്കിട്ട് നീതി എന്ന കവചം ധരിക്കുക, സമാധാന സൂക്ഷിച്ചിന് കാലം ചെരുപ്പാക്കി, സകല ദുഷ്ടന്റെ തീയമ്പുള്ളിൽ എടുപ്പാൻ കൊണ്ട് വിശ്വാസം എന്ന് പറയുക. രക്ഷ എന്ന ശിരസ്ത്രം, ദൈവവചനമെന്ന ആത്മാവിൻ്റെ വാള്, ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന അനുഭവം, ആത്മാവിൽ ആരാധിക്കുന്ന അനുഭവം. ഇത് രണ്ടും സഭ നഷ്ടപ്പെടുത്തിയില്ലേ? പാട്ടുപാടി ആരാധിക്കുക, ഒരു മുടി പോലും കറക്കാതെ തുമ്പറ്റ് വെളുത്തിരിക്കുന്ന പാട്ടന്മാർ പോലും പറയുന്നത് ഞാൻ കേട്ടിട്ടുള്ളൂ, നമുക്ക് പാട്ടുപാടി ആരാധിക്കാം. അങ്ങനെ ഒരു തസ്തിക പുതിയ നിയമസഭയിൽ ഇല്ല. ആരാധന ആത്മാവിലാണ്. ഞാൻ എൻ്റെ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവം. റോമർ 1:10, ഫിലിപ്പിയർ 3:3. ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും. ഹല്ലേലൂയ. സത്യനമസ്കാരം പിതാവിനെ ആത്മാവിൽ സത്യത്തിൽ നമസ്കരിക്കുന്ന വാടിക വരുന്നു, വന്നുമിരിക്കുന്നു. ദൈവം ആത്മാവാകുന്നു, തന്നെ നമസ്കരിക്കും ഇങ്ങനെയുള്ളവരായിരിക്കണം പിതാവ് ഇച്ഛിക്കുന്നു. ആത്മാവിലുള്ള പ്രാർത്ഥന, ആത്മാവിലുള്ള ആരാധന വെളിപ്പെടട്ടെ ദൈവസഭകളിൽ. നമുക്കെതിരെ ശത്രു ചെയ്തു വെച്ചിരിക്കുന്ന കോട്ടകൾ തകർക്കപ്പെടണമെങ്കിൽ ആത്മാവിൻ്റെ പ്രാർത്ഥനയും ആത്മാവിൻ്റെ ആരാധനയും വെളിപ്പെടണം. അതിനു മുൻപ് ക്രമീകരണം പ്രാപിച്ച് പ്രാർത്ഥിക്കണം. ക്രമീകരണം പ്രാപിക്കേണ്ട സ്ഥാനങ്ങളിൽ ക്രമീകരണം പ്രാപിച്ചേ പറ്റൂ. എന്നിട്ട് വേണം പ്രാർത്ഥിക്കാൻ. പ്രാർത്ഥന ബുദ്ധിയിലാകരുത്, ആത്മാവിൽ പ്രാർത്ഥിക്കണം. ബുദ്ധി കൊണ്ട് പ്രാർത്ഥിക്കുന്ന സന്ദർഭങ്ങളിൽ ഒരു കോട്ടേജ് മീറ്റിങ്ങും അതുപോലെ ചില പരസ്യ സന്ദർഭങ്ങളിലൊക്കെ ഇത് പ്രാർത്ഥിക്കാം. അവനവൻ്റെ വീട്ടിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആത്മാവിൽ പ്രാർത്ഥിച്ച് ശക്തി ആർജിക്കണം. കൂടിയവരിലും ദൈവ മക്കൾ ഒരുമിച്ചിരുന്ന് ആത്മാവിൽ പ്രാർത്ഥിച്ച് ശക്തിപ്പെടാം. അതൊക്കെയാണ് അപ്പോസ്തലന്മാർ ചെയ്തുകൊണ്ടിരുന്നത്. കർത്താവിൻ്റെ കൂടെ നടന്ന ശിഷ്യന്മാർ അതൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്നത്തെ ശിഷ്യന്മാർ എന്തൊക്കെ ചെയ്യണമെന്ന് ചോദിച്ചാൽ ഒരു പിടിയും കിട്ടുന്നില്ല. എന്ത് ചെയ്യണമെന്ന് അറിയാത്തവൻ എന്തും ചെയ്യും, എന്ത് പറയണമെന്ന് അറിയാത്തവൻ എന്തും പറയും. അതേ നിലവാരത്തിലേക്ക് കാര്യങ്ങൾ മാറ്റപ്പെട്ടു കഴിഞ്ഞു സഹോദരങ്ങളെ. ഹല്ലേലൂയ. ആത്മീക പോർക്കളത്തിൽ യുദ്ധം ചെയ്യുന്ന നമുക്ക് ലോകത്തോടും ജഡത്തോടും പിശാചിനോടും യുദ്ധം ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇവിടെ ആത്മാവിൻ്റെ പ്രാർത്ഥന പ്രസക്തമാണ്. ദൈവവചനമെന്ന ആത്മാവിൻ്റെ വാള് പ്രസക്തമാണ്. വിശ്വാസമെന്ന പരിചയ പ്രസക്തമാണ്. സത്യം അരക്കിവിട്ട പ്രസക്തമാണ്. നീതി എന്ന കവചം ധരിക്ക പ്രസക്തമാണ്. സമാധാന സൂക്ഷിന് കാലിൽ ജരിപ്പാക്ക പ്രസക്തമാണ്.
ഹല്ലേലൂയ. ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ച് നമ്മൾ പോരാടും. ഒന്ന്, പൗലോസ് ലഭിച്ചുള്ള നിന്ന് ക്രിസ്തുയേശുവിന്റെ നല്ല ഭടനായ നീനോടുകൂടി കഷ്ടം സഹിക്കുക. നല്ല ഭടൻ. അപ്പൊ ഭടൻ എവിടെയാണ് നിൽക്കുന്നത്? ലോകത്തല്ല, പോർക്കളത്തിലാണ്. പോർക്കളം, ഒരാത്മീക പോർക്കളത്തിൽ ഒരാത്മീക പോരാളിയാണ് ഞാനെന്നത്. നമുക്ക് ആയുധമുണ്ട്. ആ ക്ഷരിക ഇസ്രയേലിന് എന്തോരം ആയുധങ്ങളുണ്ട്. ലേസർ രശ്മി വെച്ച് ശത്രുവിനെ പൊടിച്ചു കളയുന്നെന്ന് അവർ പറഞ്ഞു. ഇവിടെ ഇന്നലെ ശനിയാഴ്ച 28/2/2026 ഉച്ചയ്ക്ക് 12 മണിക്ക് തുടങ്ങിയ ആ ഒരൊറ്റ വാറ്, ആ ഒരൊറ്റ അറ്റാക്ക് രാജ്യത്തെ നിയന്ത്രിക്കുന്ന തലവനില്ലാതെ പോയെന്ന് പറഞ്ഞാൽ ഒന്നൊന്നുമല്ല. അവരുടെ ഭരണചക്രം പിടിക്കുന്ന പ്രധാന ആളുകളെല്ലാം പോയി. ഹിസ്ബുള്ളയുടെ ലീഡേഴ്സ്, ഹമാസിന്റെ ഭീകരവാദങ്ങളെ നിയന്ത്രിക്കുന്ന തലവന്മാരെ എല്ലാം അവര് ടാർഗറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടാണ് അവർ കൊല്ലുന്നത്. അത്ര പവറാണ് അവർക്ക്, ഭൗതികമായ ശക്തിയാണ്. അവരുടെ ശത്രു ഭൗതികമായി നിൽക്കുന്നവരാണ്. ലോകപ്രകാരമുള്ള ശക്തികളാണ്, ജഡപ്രകാരമുള്ള ശക്തികളാണ്. അപ്പോൾ അവർക്ക് എതിർക്കാൻ ജഡപ്രകാരമുള്ള ശക്തിയും ബുദ്ധിയും കഴിവും അതിനുള്ള എക്യുപ്മെന്റ്സും തന്നെ വേണം. അത് ഇസ്രായേലിനുണ്ട്. എന്നാൽ നമ്മൾ ആത്മീയ പോർക്കളത്തിൽ നിൽക്കുകയാണ്. നമ്മൾ ആത്മീയ യുദ്ധം ചെയ്യുക. അവർ ആക്ഷരിക യുദ്ധം ചെയ്യുന്നു, നമ്മൾ ആത്മീയ യുദ്ധം ചെയ്യുന്നു. അവരുടെ ശത്രു ജഡരക്തങ്ങൾ അല്ലെങ്കിൽ മനുഷ്യ സമൂഹങ്ങളാണ്, ഭീകരവാദികളാണ്. നമ്മുടെ ശത്രു പിശാചാണ്. ഈ മർമ്മം മനസ്സിലാക്കി പോരാടിയില്ലെങ്കിൽ ദൈവമക്കളെ തോറ്റ് തുന്നമ്പാടും. സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്. അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലല്ലോ. 2 കൊരിന്ത്യർ 2:11. അപ്പൊ സാത്താന്റെ തന്ത്രങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. അവരോട് പോരാടി നിൽക്കണം, അവരോട് എതിർത്ത് നിൽക്കണം. അതിന് ദൈവത്തിന്റെ ശക്തി വേണം, ആത്മശക്തി വേണം, ആത്മീയ ആയുധങ്ങൾ വേണം. 2 പത്രോസ് 4:1 വാക്യം വായിച്ചു. 1 പത്രോസ് 4:1 വാക്യം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. 1 പത്രോസ് 4 താവേ സ്തോത്രം 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 സ്തോത്രം. 1 പത്രോസ് 4:1. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ക്രിസ്തു ജഡത്തിൽ കഷ്ടം അനുഭവിച്ചുകൊണ്ട് നിങ്ങളും ആ ഭാവം തന്നെ ആയുധമായി ധരിപ്പി. മതി 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 മതി. അപ്പൊ ക്രിസ്തു ജഡത്തിൽ കഷ്ടം അനുഭവിച്ചു. ആ കഷ്ടത ഒരു ആയുധമായി പിശാചിനെതിരെ കർത്താവ് പ്രയോഗിച്ചു. ഇന്ന് പെന്തക്കോസ്തുകാർ കഷ്ടത മാറ്റാൻ കള്ളപ്രവാചകനെടുക്കെ പോവുക. നിങ്ങളുടെ പേഴ്സ് കീറിയെടുക്കുവൻ, നിങ്ങളെയും കീറും വേണ്ടി വന്ന. ഞാൻ ബോംബെ പോയി പ്രത്യേക സാഹചര്യത്തിലായിരുന്ന സമയത്ത്, അന്ന് വിദേശത്തായിരുന്നു യാത്ര കണ്ണുദീനം വന്ന് മുടങ്ങിപ്പോയി. ഞാനൊരു പാസ്റ്റർ അവിടെ നിൽക്കുന്ന സമയത്ത് അവിടെ ഒരു പ്രവാചകൻ വന്നു. പക്കാ കള്ളപ്രവാചകൻ. ഇപ്പോഴെനിക്കത് മനസ്സിലാകുന്നു. പുള്ളി ആളെയും തരവും കണ്ട് മാറ്റി മാറ്റി നിർത്തും. എന്താലോചന വേണ്ട? ഇന്നാലോചന അറിയിക്കും. അതിനൊക്കെ പ്രാർത്ഥിച്ച് പറയാൻ ചിലവുണ്ട് കേട്ടോ എന്ന് പറയും. എന്തൊരു കഷ്ടമാണ്. എരന്ന് വാങ്ങുക പ്രവാചകൻ. കള്ളപ്രവചനം പറഞ്ഞിട്ട് കാശ് ചോദിച്ചു മേടിക്കുക, റേറ്റ് പറഞ്ഞു. ഇന്നാണെങ്കിൽ ഞാൻ 2 ഡോസും കൂടി ഒരു ആൻറ്റിബയോട്ടിക്കെങ്കിലും കൊടുത്തേനെ. പക്ഷെ അന്ന് എനിക്കതിന് പറ്റിയില്ല. ഞാനൊന്നും ഒരു വകയാറുള്ളത് മനുഷ്യൻ. ഇന്നേക്കൊരു 30 വർഷം മുമ്പ് നടക്കുന്ന സംഭവം എന്ന് വെച്ചോ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കള്ളപ്രവാചകന്മാരും ദുരുപദേഷ്ടകന്മാരും ഈ ആത്മീയ ഗോളത്തിൽ അരങ്ങ് തകർക്കുകയാണ്. അവർ പിശാചിനോട് തീർക്കാനുള്ള ഉപദേശങ്ങളും പഠിപ്പിക്കലുകളൊന്നും അവരിൽ നിന്ന് കിട്ടാനില്ല നമുക്ക്. എന്നാൽ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് പഠിച്ചത് കൊണ്ട് എനിക്ക് ആ ഉപദേശം നിങ്ങൾക്ക് പറഞ്ഞു തരാൻ കഴിയും. എനിക്ക് ആ ഉപദേശം അനുസരിച്ച് ജീവിച്ച് എനിക്ക് പോരാടി നിൽക്കാൻ കഴിയും. നിങ്ങൾക്കതിന് കഴിയുമോ? നിങ്ങൾക്ക് വിജയം വരിക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾ പോർക്കളത്തിൽ മുറിവേറ്റവനായിട്ട് കിടക്കേണ്ടി വരും. അത് അവസാനം വേദനാജനകമായി മാറും. അതുകൊണ്ട് കർത്താവിലും രമതബലത്തിന് ശക്തിപ്പെടുവിൻ. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിച്ചു കൊള്ളും. സത്യമരക്കി കെട്ടി നീതി എന്ന കവചം ധരിച്ച് സമാധാന സുവിശേഷന്റെ കാലി ചെരുപ്പാക്കി സകല ദുഷ്ടന്റെ തീയമ്പുകളെയും
കെടുപ്പാന്റെ കൊണ്ട് വിശ്വാസം എന്ന പരിചയം, രക്ഷന്റെ ശിരസ്ത്രവും ദൈവവചനം എന്ന ആത്മാവിന്റെ വാളും, ഏത് നേരത്തെ ആത്മാവിൽ പ്രാർത്ഥിച്ചും അടുത്ത ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്ക് വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പിൻ. അടുത്ത ഞാൻ ചങ്ങല ധരിച്ച് സ്ഥാനാപതിയായി സേവിക്കുന്ന സുവിശേഷത്തിന് സുവിശേഷം പ്രാഗൽഭ്യത്തോടെ അറിയിപ്പാൻ എൻ വായ് തുറപ്പാൻ, വായ് തുറക്കുമ്പോൾ വചനം നൽകേണ്ടതിന് ഞാൻ സംസാരിക്കേണ്ട വണ്ണം അതിൽ പ്രാഗൽഭ്യത്തോടെ സംസാരിക്കേണ്ടതിന് പ്രാർത്ഥിക്കും. അതാ പോലെ മതി. ചില വാക്യങ്ങൾ കൂടി പറഞ്ഞ് ഞാനങ്ങ് ഈ മെസ്സേജ് ഇവിടെ അവസാനിപ്പിക്കാൻ ശ്രമിക്കുക. പൗലൂസിൻ്റെ പഠിപ്പിക്കലാണ് ദൈവത്തിൻ്റെ സർവായുധ വർഗം. അതിലൊരു ആയുധം കൂടി പത്രോസ് ആഡ് ചെയ്യുന്നുണ്ട്. കഷ്ടത എന്ന ഭാവം ആയുധമായി. കഷ്ടതയിലൂടെ കടന്നു പോകാതെ ഒരൊറ്റ വിശ്വാസി ദൈവരാജ്യത്തിൽ പോകത്തില്ല. ഞാൻ ആ മർമ്മം മനസ്സിലാക്കിക്കൊണ്ട് പറയുക. പുത്രനെങ്കിലും അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ചു തികഞ്ഞവനായി. ദൈവപുത്രൻ അനുസരണം പഠിച്ചു തികയാൻ കഷ്ടത അനിവാര്യമായിരുന്നെങ്കിൽ ആ കർത്താവായ യേശുക്രിസ്തുവിന്റെ പുത്രന്മാരായി മക്കളായി ജീവിക്കുന്ന നമുക്കും കഷ്ടത അനുസരണം പഠിച്ച് തികയുവാൻ അനിവാര്യമാണ്. ഇങ്ങനെ നാം അനേക കഷ്ടങ്ങളിലൂടെ ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു. കഷ്ടത അനുഭവിക്കാൻ വരം നൽകിയിരിക്കുന്നു. കഷ്ടത സഹിഷ്ണുതയും സഹിഷ്ണുത സിദ്ധതയും സിദ്ധത പ്രത്യാശ ഉളവാക്കുന്നു പറഞ്ഞ് കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു കേട്ടോ. കഷ്ടത ആരും തള്ളിക്കളയരുത്. കഷ്ടത ആരും വേണ്ടെന്ന് വെക്കരുത്. നിന്നെ ശുദ്ധീകരിക്കുന്ന മേഖലയാണ് കഷ്ടത. നിന്നെ പണിതെടുക്കുന്ന മേഖലയാണ് കഷ്ടത. നിന്റെ ജീവിതത്തിൽ കഷ്ടതയിലൂടെ കടത്തിവിട്ട് ക്രിസ്തുവിൽ തികഞ്ഞു വരുവാൻ നിന്നെ ശുദ്ധീകരിച്ചെടുക്കുന്ന മേഖലയാണ് കഷ്ടത. ഹല്ലേലൂയ. കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് ലോകത്തിൽ കഷ്ടങ്ങളുണ്ടെങ്കിൽ ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചു. അപ്പൊ ഈ സർവായുധ വർഗം എടുത്ത് പോരാടാനായിട്ട് പൗലോസ് ശക്തമായി പ്രബോധിപ്പിക്കുന്നുണ്ട്. യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം ഒന്ന് വായിക്കാം. യാക്കോബ് 4:7. അത് യാക്കോബ് എന്താ പറയുന്നത്? ഇതൊന്നും ഇവിടെ എടുത്ത് പ്രസംഗിച്ച് പഠിപ്പിക്കാനായിട്ട് ആളില്ല. അതുകൊണ്ട് ഞാനിത് ശക്തിയോടെ പറയുന്നേ. നിങ്ങളിത് ഡൗൺലോഡ് ചെയ്തിട്ട് കേൾക്കുക. ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവിൻ, പിശാചിനോട് എതിർത്തേൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങൾ വിട്ടോടിപ്പോകും. കണ്ടോ, ദൈവത്തിന് കീഴടങ്ങണം, പിശാചിനോട് എതിർത്തേൽക്കണം. ദൈവവചനത്തിന് ഇതിപ്പോൾ വിശ്വാസത്തിന് ദൈവവചനത്തിന് കീഴ്പ്പെടുത്തുമില്ല, പിശാചിനോട് എതിർത്തേൽക്കുകയില്ല. അതിനുള്ള സംവിധാനമൊട്ട് അറിയത്തുമില്ല. അനുഗ്രഹം അനുഗ്രഹം, നന്മ നന്മ, വിടുതൽ വിടുതൽ. സഹോദരങ്ങളെ, നമ്മെ അനുഗ്രഹിച്ചിട്ടിരിക്കുക, നമുക്ക് നന്മ തന്നിരിക്കുക. നന്മ എന്നുള്ളത് പഠിച്ചു വരുമ്പോൾ തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം കൊടുക്കും. അതാ നന്മ. ആത്മാവിൽ നാം പ്രാപിക്കുന്ന അനുഗ്രഹങ്ങളാണ് ആത്മീയ മനുഷ്യന്റെ നന്മ, ഭൗതികമല്ല. ഭൗതികം കൂടുമ്പോൾ നമ്മുടെ യാത്ര തടസ്സം വരിക ചെയ്യുന്നത്. ഇടുക്കുവയിലൂടെ യാത്ര ചെയ്യാനായിട്ട് ഒരു മനുഷ്യൻ വിരിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവൻ്റെ കയ്യിൽ കുറേ ലഗേജുമായിട്ട് പോയാൽ എങ്ങനെ പോകും? ഇടുക്കുവഴിയിലൂടെ കഷ്ടിച്ചൊരാൾക്ക് മാത്രമേ കിടക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ കൈ പിടിച്ചേക്കുന്ന എല്ലാം ത്രോ ചെയ്യണം, എറിഞ്ഞു കളയണം. ലോകസ്നേഹവും ലോകമോഹങ്ങളും മറ്റേ ലോകത്തിലുള്ളതെല്ലാം വിട്ടുകളഞ്ഞ് ഒരു സാധാരണ ഓർഡിനറി മനുഷ്യനായിട്ട് കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് കർത്താവിനെ ഫോളോ ചെയ്യണം, കർത്താവിനെ അനുഗമിക്കണം. നാം അനുഗമിക്കാൻ പോകുന്ന ക്രിസ്തു, അല്ലെങ്കിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ക്രിസ്തു, കഷ്ടത്തിലൂടെ കടന്നുപോയ ക്രിസ്തുവാണ്. കഷ്ടത വേണ്ടെന്ന് പഠിപ്പിക്കുന്ന ദുരുപദേശന്മാരെ കൊണ്ട് ആത്മീയ ഗോളം നിറഞ്ഞു കിടക്കുകയാണ്. സഹോദരങ്ങളെ, സൂക്ഷിച്ചോളുക. ഇവിടെ യാക്കോബ് എന്താ പറഞ്ഞത്? ദൈവത്തോട് പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, ദൈവത്തോട് അടുത്ത് ചെൽവീൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ. യാക്കോബ് പറയുന്നു പിശാചിനോട് എതിർത്ത് നിൽപ്പാൻ. എന്താ കാര്യം? അല്ലെങ്കിൽ പിശാച് നമ്മളെ കീഴ്പ്പെടുത്തി കളയും. ഇപ്പം അമേരിക്കൻ സൈന്യത്തെ അല്ല, ഇന്ത്യൻ ബോർഡറിൽ, പാകിസ്ഥാൻ്റെ ബോർഡറിൽ അവർ തോക്ക് പിടിച്ച് നിൽപ്പുണ്ട്. നമ്മുടെ ഇന്ത്യൻ മിലിറ്ററിയെ അതിനെ എതിർത്ത് നിൽക്കുക. ഇവരും തോക്ക് പിടിച്ചിങ്ങനെ നിൽക്കുക. ഒരു വെടി വെച്ചാൽ 2 വെടി അങ്ങോട്ട് വെക്കും, അല്ലെങ്കിൽ നമ്മൾ പരാജയപ്പെട്ടു പോകും. എതിർത്ത് നിൽക്കുക ചെയ്യുന്നത്.
അവർ വലിയ യുദ്ധസന്നാഹങ്ങളുമായിട്ട് അവിടെ കിടക്കുമ്പോൾ നമ്മളെല്ലാം പോയി കിടന്ന് ഉറങ്ങല്ലേ ചെയ്യേണ്ടത്. അതിനേക്കാൾ യുദ്ധസന്നാഹമായിട്ടാണ് നമ്മളിവിടെ ഇരിക്കുന്നത്. അതാ എതിർത്ത് നിൽക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ആത്മീക പോരാട്ടമാണ്. നമ്മുടെ നന്മകളെയും അനുഗ്രഹങ്ങളെയും സൗഖ്യത്തെയും ഒക്കെ ചൂഷണം ചെയ്ത പിശാചുണ്ട്. അവരോട് എതിർത്ത് നിൽക്കണം. അതിന് ദൈവം ഒരു സർവായുധ വർഗം തന്നിട്ടുണ്ട്. ആയുധങ്ങളല്ല, ആയുധം. ദൈവത്തിൻ്റെ സർവായുധ വർഗം. സത്യമരയ്ക്ക് കെട്ടി നീതി എന്ന കവചം ധരിച്ച് സമാധാന സുവിശേഷം കാലം ചെരുപ്പാക്കി സകല ദുഷ്ടന്റെ നിയമങ്ങളെയും കെടുപ്പാന്തക്കൊള്ളം വിശ്വാസം എന്ന പരിചയം രക്ഷയെന്ന ശിരസ്ത്രവും ദൈവവചനം എന്ന ആത്മാവിൻ്റെ വാളും ഏത് നേരത്തെ ആത്മാവിൽ പ്രാർത്ഥിച്ചും പിന്നെ അടുത്ത് കഷ്ടത എന്ന ഭാവം ആയുധമായി ധരിച്ചു. അപ്പോൾ 7-8 ആയുധമുണ്ട്. ചാലക്കുടിയിൽ ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ കഷ്ടത എന്ന ആയുധം വേണ്ടെന്നോ എന്ന് പറഞ്ഞ് ഇപ്പോൾ യൂട്യൂബിൽ ആ മെസ്സേജ് കിടപ്പുണ്ട്. പാസ്റ്റർ പോൾ മുത്തേടൻ എടുത്തിട്ടത്. മനസ്സിലായി? കഷ്ടതയെ ശാപമായിട്ട് കാണുന്ന ബന്ധുക്കൂസുകാര്, കഷ്ടതയെ ശാസിക്കുന്നവര്, കഷ്ടത മാറ്റാൻ പ്രവാചകരെടുക്കെ പോകുന്നവര്, കഷ്ടത മാറ്റാൻ പ്രാർത്ഥിക്കുന്നവര്, വേണ്ട. ആ കഷ്ടതയിലൂടെ ഏത് ശുദ്ധീകരണമാണ് ദൈവം നിന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്? അതിനുവേണ്ടി ദൈവത്തിന് പ്രാർത്ഥിക്കുക, ദൈവത്തിന് ദൈവത്തിന് താണിരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ഇനി പത്രോസിന്റെ ലേഖനത്തിലെ 1 പത്രോസ് 5-ന്റെ 8, 9, 10 വാക്യങ്ങൾ വായിക്കാം. ഹല്ലേലൂയ. 1 പത്രോസ് 5-ന്റെ 8, 9, 10 വാക്യം. നിർമ്മതരായിരിപ്പിൻ, ഉളർന്നിരിപ്പിൻ, നിങ്ങളുടെ അപ്പൊ പിശാച് പ്രതിയോഗിയായിട്ട് നമുക്കുണ്ട്. സഹോദരന്മാരെ, സഹോദരിമാരെ, ഒരു പ്രതിയോഗി നിനക്കുണ്ട്. അയൽവക്കക്കാരിയല്ല, അയൽവക്കക്കാരനല്ല, പാസ്റ്ററല്ല, വിശ്വാസിയല്ല, ആരുമല്ല. ദുഷ്ടനായ സാത്താൻ. ഏദൻ പൂങ്കാവനത്തിൽ ആദാമിനെയും ഔവ്വയെയും തെറ്റിച്ചു കളഞ്ഞ സാത്താൻ നിനക്കെതിരെ ഉണ്ട്. ഈ പോർക്കളത്തിൽ ചിന്ത വേണം. അടുത്ത് നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലർന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങണ്ടു എന്ന് തിരഞ്ഞ് ചുറ്റി നടക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്കുള്ള സഹോദരവർഗത്തിന് ആ വക കഷ്ടപ്പാടുകൾ തന്നെ പൂർത്തിയായി വരുന്നു എന്നറിഞ്ഞ് വിശ്വാസത്തിൽ സ്ഥിരമുള്ളവരായി അവനോട് എതിർത്ത് നിൽപ്പി. യാക്കോബ് അത് തന്നെ പറയാ, അവനോട് എതിർത്ത് നിൽക്കുക. അലറുന്ന സിംഹമെന്ന പോലെ ആരെ ചുറ്റി വിഴുങ്ങുകൊണ്ട് തിരിഞ്ഞു നടക്കുന്നു. ഇന്ന് അനേകരെ സാത്താൻ വിഴുങ്ങിയിട്ടിരിക്കുക, സാത്താന്റെ വയറ്റിൽ കിടക്കുക. ഈ പ്രോസ്പെറിറ്റി പ്രസംഗിക്കുന്നവർ മുഴുവൻ സാത്താന്റെ വയറ്റില, യാതൊരു സംശയമില്ല. കോടികൾ സമ്പാദിച്ച് അന്യായമായി സംസാരിച്ച് ഊതിയിട്ട് ഒന്തിയിട്ട് ചെരിപ്പിച്ച് കുരപ്പിച്ച് ഛർദിപ്പിച്ച് ജനത്തെ വചനത്തിൻ്റെ വ്യവസ്ഥയിൽ നിന്ന് വ്യതിചലിപ്പിച്ച് കൊണ്ടുപോകുന്നവരെല്ലാം എവിടെ കിടക്കുക? അവൻ്റെ പൂണിയെ കിടക്കുക. ഹല്ലേലൂയ. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലർന്ന സിംഹമെന്ന പോലെ ആരെ വിഴുങ്ങണ്ടു എന്ന് ചുറ്റി തിരിഞ്ഞു നടക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്കുള്ള സഹോദരവർഗത്തിന് ആ വക കഷ്ടപ്പാടുകളിനെ പൂർത്തിയായി വരുന്നു. അപ്പം പിശാചിൻ്റെ പ്രവൃത്തിയിൽ അവർ പൂർത്തിയായി വരുന്നു എന്നറിഞ്ഞ് വിശ്വാസത്തിൽ സ്ഥിരമുള്ളവരായി നാം അവരോട് എന്ത് ചെയ്യണം? ഉയർത്തുക. സഹോദരവർഗങ്ങൾക്ക് പിശാചിൻ്റെ പോരാട്ടത്തിലൂടെ അവൻ്റെ ഇടപാട് പൂർത്തിയായിക്കൊണ്ടിരിക്കുക, നരകത്തിലേക്ക് തള്ളിക്കളഞ്ഞുകൊണ്ടിരിക്കുകയല്ല. അതുകൊണ്ട് അവരോട് പോയി സുവിശേഷം പറയണം, ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കണം, ക്രിസ്തുവിൻ്റെ ഉപദേശം പ്രസംഗിക്കണം, ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥയിൽ പ്രസംഗിക്കണം. അങ്ങനെ പ്രസംഗിച്ച് കേൾപ്പിക്കാനുള്ള ഉത്തരവാദിത്തം നമുക്കുണ്ട്. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഹല്ലേലൂയ. നിങ്ങളെ പ്രതിയോഗിയായ പിശാച് അലർന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങുണ്ടി എന്ന് തിരിഞ്ഞ് ചുറ്റി നടക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്കുള്ള സഹോദരവർഗത്തിന് ആ കഷ്ടപ്പാടുകൾ പൂർത്തിയായി വരുന്നു എന്നറിഞ്ഞ് വിശ്വാസത്തിൽ സ്ഥിരമുള്ളവരായി അവരോട് എതിർത്ത് നിൽപ്പീൻ. പിശാചിനോട് എതിർത്ത് നിൽക്കാൻ യാക്കോബ് പറയുന്നു, പിശാചിനോട് എതിർത്ത് നിൽക്കുവാൻ പത്രോസ് പറയുന്നു, പിശാചിനോട് എതിർത്ത് നിൽക്കാൻ പൗലൂസ് പറയുന്നു. 3 അപ്പോസ്തലന്മാരും ശക്തമായിട്ട് പറയുന്നു, പുതിയ നിയമസഭയെ സഹോദരി സഹോദര, സുവിശേഷക, പ്രാസംഗികനെ, ഉപദേശയെ, അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും ഇടയന്മാരും ഉപദേഷ്ടകന്മാരും ആര് തന്നെ ആയാലും, നിങ്ങൾ ഏത് കാറ്റഗറിപ്പെട്ടവനായാലും പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിന്നുകൊള്ളണം. ഇന്ന് അവനോട് ചേർന്ന് സഖ്യത തേരുക ചെയ്യുന്നത്.
അവരോട് കൂട്ടുപിടിക്കുക ചെയ്യുന്നത്. അനേക പാസ്റ്റർമാരും അതാ തകർന്ന് തരിപ്പണമായി കിടക്കുന്നത്. വിശാലുള്ള എതിർത്ത് നിൽക്കണം, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. സ്തോത്രം സ്തോത്രം. പിശാചിന്റെ പ്രവൃത്തിയെക്കുറിച്ച് ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറയാനായിട്ട് താല്പര്യമുണ്ട്. വെളിപ്പാട് പുസ്തകം 12:9 വായിക്കാം. 12:9. ഒത്തിരി കാര്യങ്ങൾ അവൻ ചെയ്യുന്നുണ്ട് കേട്ടോ, നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല. വെളിപ്പാട് 12:9. വായിച്ചോട്ടെ. ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ച് കളയുന്ന പിശാചും സാത്താനും എന്ന മഹാ സർപ്പമായ പഴയ പാമ്പിനെ, ശ്രദ്ധിച്ചു കേൾക്കണേ, ഈ ഭാഗം ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കണേ. ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ച് കളയുന്ന സാത്താൻ. ഇനി വെളിപ്പാട് 20-ന്റെ 1 മുതൽ 3 വരെ ഒന്ന് വായിച്ചു. ഇത് രണ്ടും കൂടെ ഒന്ന് ലിങ്ക് ചെയ്ത് പഠിച്ചോണേ. ആ ആ ആമേൻ. കണ്ടു. അവൻ പിശാചും എന്ന സാത്താനും എന്നുള്ള പഴയ പാമ്പായ മഹാസർപ്പത്തെ പിടിച്ച് 1000 ആണ്ടേക്ക് ചങ്ങല. എന്തിനാ 1000 ആണ്ട് ചങ്ങലയിട്ട്? 1000 ആണ്ട് വാഴ്ചയ്ക്ക് തുടങ്ങുന്നതിന് മുമ്പ് കർത്താവ് ദൂതനെ വിട്ട് ഈ സാത്താനെ ചങ്ങലയിട്ട് അഗാധ കുപ്പത്തിൽ തള്ളിക്കളയാ. എന്തിനാ? വായിച്ചേട്ട അടുത്ത് 1000 ആണ്ട് കഴിവോളം ജാതികളെ വഞ്ചിക്കാതിരിപ്പാൻ. വെളിപ്പാട് 12:9 വെളിപ്പാട് 20-ന്റെ ഏതാ വാക്യം? ഇപ്പൊ വായിച്ച വാക്യം ഏത് വാക്യത്തിൽ കിടക്കുക? 2-ലാ. വെളിപ്പാട് 20-ന്റെ 2-ഉം വെളിപ്പാട് 12-ന്റെ 9-ഉം കൂടി നമ്മൾ നന്നായിട്ടൊന്ന് മനസ്സിലാക്കണമേ. ഞാനിത് പറയുന്നതിൻ്റെ കാര്യം ഈ സത്യം നമ്മളൊന്ന് മനസ്സിലാക്കണം. കാര്യം മനസ്സിലാക്കാതെ നമ്മൾ ചുമ്മാ കിടന്ന് അതും ഇതും പറഞ്ഞുകൊണ്ട് കഥയില്ല. ഇവിടെ സാത്താൻ എന്ത് ചെയ്യുന്നു? ജാതികളെ വഞ്ചിക്കുന്നുവെന്ന് വെളിപ്പാട് 12:9 പറയുമ്പോൾ 1000 ആണ്ട് വാഴ്ച തുടങ്ങുന്നതിന് മുൻപ് ദൂതനെ അയച്ച് സാത്താനെ ബന്ധിക്കുന്നതിന്റെ കാരണം ജാതികളെ വഞ്ചിക്കാതിരിപ്പാൻ അവനെ അഗാധത്തിൽ തള്ളിയിട്ട് അടച്ചുപൂട്ടുകയും മുദ്രയിടുകയും ചെയ്തു. അപ്പൊ ഇന്ന് ജാതികളെ മുഴുവൻ വഞ്ചിച്ചു കൊണ്ടിരിക്കുന്നത് സാത്താനാണ്. വിഗ്രഹാരാധനയിലേക്കും വ്യക്തിപൂജകളിലേക്കും മാനുഷികാരാധനയിലേക്കും മനുഷ്യദൈവങ്ങളിലേക്കും അന്ന് വേണ്ട പ്രകൃതിയിലെ പല കാര്യങ്ങളിലേക്കൊക്കെ മനുഷ്യനെ വശീകരിച്ചു കൊണ്ടുപോയി ദൈവത്തിന് കൊടുക്കേണ്ട ആരാധന ആ പ്രകൃതിയിലെ പല കാര്യങ്ങൾക്കും തീയെ ദൈവമായിട്ട് ആരാധിക്കുന്നവരുണ്ട്, വെള്ളത്തെ ദൈവമായിട്ട് ആരാധിക്കുന്നവരുണ്ട്, ആനയെ ആരാധിക്കുന്നു, പുലിയെ ആരാധിക്കുന്നു, പാമ്പിനെ ആരാധിക്കുന്നു, പഴുതാരെ ആരാധിക്കുന്നു, എലിയെ ആരാധിക്കുന്നു. എലിനെയും പുലിനെയും പാമ്പിനെയും പഴുതാരെയും ഒക്കെ ആരാധിക്കുന്നു. ഇതെല്ലാം സാത്താന്റെ ചതിയാണ്. ദൈവത്തെ മാത്രമേ ആരാധിക്കാവുള്ളൂ. അപ്പൊ ജാതികളെ ദൈവത്തെ ആരാധിക്കുന്നതിൽ നിന്ന് ചതിച്ചിട്ടിരിക്കുകയാണ്. വെളിപ്പാട് 12:9-ഉം വെളിപ്പാട് 20-ന്റെ 3-ാം വാക്യവും 1000 ആണ്ട് കഴിയുമ്പോളും ജാതികളെ വഞ്ചിക്കാതിരിപ്പാൻ അവനെ അഗാധത്തിൽ തള്ളിയിട്ട് അടച്ചുപൂട്ടുകയും മീതെ മുദ്ര. അപ്പൊ ജാതികളെ വഞ്ചിക്കുന്നു. പെന്തക്കോസ്തുകാരെ നമ്മളെ സാത്താൻ വഞ്ചിക്കുകയല്ലേ പല കാര്യങ്ങളിൽ. മനസ്സിലായിക്കോ? ദൈവവസ്ഥ പാലിച്ചില്ലെങ്കിൽ എന്നെയും നിന്നെയും സാത്താൻ അടിച്ച് 6 അടിക്കും പിടിച്ച്. നമ്മളെ വഞ്ചിച്ചു കളയും സാത്താൻ. ഒരാൾ ഫേസ് ടു ഫേസ് വന്നാൽ നമുക്ക് എതിരിട്ട് നിൽക്കാം. വഞ്ചിച്ചാലോ, കെണിയൊരുക്കിയാലോ അത് വീണുപോകും. പക്ഷെ കെണിയിലാകപ്പെടുന്ന പോലെ, മത്സ്യം വലയിൽ അകപ്പെടുന്ന പോലെ പക്ഷേ താറാവിനെയൊക്കെ കെണി വെച്ച് പിടിക്കും, പാമ്പിനെ കെണി വെച്ച് പിടിക്കുക. അതാണ് വലയിൽ പിടിക്കുന്നതൊക്കെ അത് തന്നെയാണ്. ചൂണ്ടയിൽ ചെമ്മീൻ കൊളുത്തി ഇട്ട് വലിയ മീനൊക്കെ കൊളുത്തും. ആ ചെമ്മീനെയാണ് അത് കടിക്കുന്നത്. മീന് കടിച്ചു കഴിയുമ്പോൾ ചൂണ്ട അതിനുള്ളിലുണ്ടെന്നുള്ളത് കൊങ്ങയ്ക്ക് കയറുമ്പോഴേ പിടികിട്ടുള്ളൂ. അതുപോലെ ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങി അതിൻ്റെ ഡീപ്പായിട്ടുള്ള അകത്തേക്ക് പോകുമ്പോഴേ സാത്താൻ്റെ പരിപാടിയാണ് മനസ്സിലാക്കുന്നത്.
ഊതിയിടലും ഒന്തിയിടലും കുരപ്പിക്കലും ചിരിപ്പിക്കലും ഛർദ്ദിക്കലൊക്കെ സാത്താൻ്റെ ആണെന്ന് ഞാൻ എത്ര വർഷങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുക. സാത്താൻ്റെ തന്ത്രങ്ങളാണ്, അവൻ്റെ ദുരുപദേശങ്ങളാണ്. എൻ്റെ ഈ വചനം കേൾക്കുന്ന ആരും അതിൽ പെട്ടുപോകരുത്. അങ്ങനെയുള്ള ഇടയന്മാരാൽ നടത്തപ്പെടുന്ന മെഗാ ചർച്ചുകളാണ് നമ്മുടെ ഇന്ത്യയിലുള്ളത്, കേരളത്തിലുള്ളത്. വലിയ വലിയ കൂട്ടങ്ങളാണ്. അവർക്ക് 500 പോരാ, 1000, 2000, 3000, 4000 ഒക്കെ ആൾക്കാർ വേണം. ചവപ്പട്ടി പോലുള്ള സ്വോത്രാഴ്ച നിറയാൻ ആൾ വേണം. ആട് കൂടിയ പാമ്പ് ജാഗത്തില്ല. പാമ്പിനെ അടിക്കണമെങ്കിൽ വശമുള്ള 2 പേര് വടിയുമായിട്ട് ഒന്ന് അടിക്കണം. അവിടെ ആള് കൂടിയുള്ളൊന്നും കഥയില്ല. ആള് കൂടിയ ഉപദേശിയുടെ പാത്രം നിറയും, അത്രേ ഉള്ളൂ. സ്വർഗത്ത് പോണോ? 2 3 പേര് എൻ്റെ നാമത്തിൽ കൂടിയുള്ള മധ്യത്തിലുണ്ടെന്നുള്ള വചനപ്രകാരം 2 3 പേരാണെങ്കിൽ ഇന്ന് ദൈവവചനം ധ്യാനിച്ച് പ്രാർത്ഥിച്ച് ആ പഥ്യവചനം പഥ്യോപദേശം അതേപോലെ പൗലോസ്, പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, യൂദ സഭയെ പഠിപ്പിച്ചതുപോലെ പഠിപ്പിച്ചിരിക്കുന്ന ഉപദേശം ഇതിൽ കിടക്കുന്നത്. അത് നമ്മളെടുത്ത് വായിച്ച് പഠിച്ച് സഭയെ പഠിപ്പിച്ച് അതുപോലെ നമ്മൾ ജീവിച്ച് വിശ്വാസത്തിൽ ജീവിച്ചാൽ സ്വർഗത്ത് പോകാം. ഇല്ലെങ്കിൽ നേരെ നാശത്തിലേക്ക് പോയി പതിക്കും. ആ ഒരു വേദന കൊണ്ടാണ് ഞാൻ ഈ ദൂത് പറയുന്നത്. ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുക 12 മിനിറ്റ് കൊണ്ട്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ചതിയിൽ പെട്ടുപോകരുത്. സാത്താൻ വഞ്ചകനാണ്. ഇനി വേറൊരു ഭാഗം കൂടി ഞാൻ പറയാം. വെളിപ്പാട് 20-ന്റെ 7 മുതലൊന്ന് വായിച്ച്. ഒരു വലിയ മർമ്മമാണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. വെളിപ്പാട് 20-ന്റെ 7 മുതൽ. 1000 ആണ്ട് കഴിയുമ്പോൾ സാത്താനെ തടവിൽ നിന്ന് അഴിച്ചുവിടും. അപ്പൊ സാത്താൻ എന്താ അടുത്ത് ചെയ്യാൻ പോകുന്നത്? ഭൂമിയുടെ 4 ദിക്കിൽ നിന്നും ജാതികളായി സംഖ്യയിൽ കടൽപ്പുറത്തെ മണൽ പോലെയുള്ള ഗോഗ്, മാഗോഗ് എന്നിവരെ യുദ്ധത്തിനായി. അപ്പൊ സാത്താൻ ചെയ്തെന്താ? യുദ്ധം ചെയ്യാനായിട്ട് ആളെ കൂട്ടി വിടുക. അഗാധ കോപിക്കെടുത്ത് സാത്താനെ തുറന്നു വിട്ട് കഴിഞ്ഞപ്പോൾ അവൻ ചെയ്യുന്ന പരിപാടികളാണ് 1000 ആണ്ട് കഴിയുമ്പോളം സാത്താനെ തടവിൽ നിന്ന് അഴിച്ചുവിടും. അവൻ ഭൂമിയുടെ 4 ദിക്കിലും ഉള്ള ജാതികളായി സംഖ്യയിൽ കടൽപ്പുറത്തെ മണൽ പോലെയുള്ള ഗോഗ്, മാഗോഗ് എന്നിവരെ യുദ്ധത്തിനായി കൂട്ടിച്ചേർക്കേണ്ടതിന് വശീകരിപ്പാൻ പുറപ്പെടും. അപ്പൊ യുദ്ധം, അറുക്കുക, മുടിക്കുക, നശിപ്പിക്കുക, യുദ്ധം, ഇതെല്ലാം സാത്താന്റെ പരിപാടിയാണ്. ഹല്ലേലൂയ. ഇവിടെ നമ്മൾ കണ്ട യുദ്ധം എന്നുള്ളത് നാശം, ജനത്തിന്റെ ക്ഷേമത്തിന് വേണ്ടിയാണ് എന്ത് ചെയ്തത്? രാസായുധം നിർമ്മിക്കരുതെന്ന് പറഞ്ഞത്. ഞാൻ ഒരു രാഷ്ട്ര തലവൻ്റെയും പക്ഷം പിടിക്കുന്നില്ല. അവരിലെല്ലാം ഓരോ ന്യൂനതകളിൽ എല്ലാവരിലും ഉണ്ട്. അത് ചികഞ്ഞു കഴിഞ്ഞ് പഠിക്കുമ്പോഴേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ബുഷ് പറഞ്ഞ ട്രംപ് പറഞ്ഞതിൻ്റെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ. ഭീകരവാദികളുടെ കയ്യിൽ ആയുധം കിട്ടാതിരിക്കണമെങ്കിൽ അത് ഉണ്ടാക്കാതിരിക്കണം. നിങ്ങളുടെ ആവശ്യത്തിന് നിങ്ങൾ ഉണ്ടായിക്കോ. നിങ്ങളുടെ പർപ്പസ് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉണ്ടായിക്കോ. യുദ്ധോപകരണത്തിന് വേണ്ടി ഉണ്ടാക്കരുത്. അത് നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് എല്ലാവർക്കും എടുത്ത് പ്രയോഗിക്കും അവർ. കാരണം ഭീകരന്മാരാണ് അവരെ. ഇവരുടെ ലക്ഷ്യം ആൾക്കാരെ കൊന്നൊടുക്കുക എന്നുള്ളതാണ്. ഇസ്ലാമികളെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഇസ്ലാം വേറെ, ഭീകരന്മാർ വേറെ. ഈ ഗ്രൂപ്പിൽ പെട്ടത് മുഴുവൻ ഭീകരന്മാരാണ്. ഭീകരന്മാരെ പാലൂട്ടുന്ന സ്വഭാവമാണ് ഖൊമേനിക്കുള്ളത്. അതാണ് അവർക്ക് ദേഷ്യം. ഭീകരവാദം നിർത്തൽ ചെയ്യാൻ പഠിക്കുകയല്ല ചെയ്യുന്നത്, ഭീകരവാദം ചെയ്യാൻ. ഇസ്രായേൽ പറന്നു വീണ അന്ന് മുതൽ അവർക്കെതിരെ യുദ്ധം ചെയ്യാൻ ചെറിയ ചെറിയ രാഷ്ട്രങ്ങളെ കയ്യിലെടുത്ത്, ചെറിയ ചെറിയ ഭീകര ഗ്രൂപ്പുകളെ കയ്യിലെടുത്ത് കോടികൾ അവരുടെ കയ്യിലോട്ട് ഒഴുക്കി കൊടുക്കുക. ഇത് എത്ര വർഷങ്ങളായി അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേല്. ഞങ്ങൾക്കെതിരെ ആൾക്കാരെ കോപ്പുകൂട്ടി യുദ്ധം ചെയ്യിക്കരുത്, ഞങ്ങൾ തിരിച്ചടിക്കും. അവർ പറഞ്ഞിട്ടാണ് അടിക്കുന്നേ. ആക്ഷരിക ഇസ്രായേലാണ്, അവർക്ക് ശക്തിയുണ്ട്. അതുപോലെ നമുക്കെതിരെയുള്ള യുദ്ധം ആത്മീയ കോളത്തിൽ പിശാചി ചെയ്തുകൊണ്ടിരിക്കുക. നമ്മളെ തിരിച്ചറിയണമെന്നായി മെസ്സേജിന്റെ ലക്ഷ്യം. എന്തുകൊണ്ടോ ഇങ്ങനൊരു വിഷയം സംസാരിക്കാൻ ഞാൻ ഇന്ന് പ്രേരിതനായി. അതിന് യുദ്ധമാണ്. ആക്ഷരിക ഇസ്രായേൽ ആക്ഷരിക ശത്രുവിനെ തകർത്തുകൊണ്ടിരിക്കുന്നു. അതുപോലെ ആത്മീയ ഇസ്രായേലാകുന്ന നമ്മൾ നമ്മുടെ നിത്യത നഷ്ടമാകാതിരിക്കാൻ നമുക്കെതിരെ നിൽക്കുന്ന ആത്മീക ശത്രുവിനെ, പിശാചിനെയും അവൻ്റെ തന്ത്രങ്ങളെയും ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിച്ച്, കഷ്ടതയെന്ന ആയുധം കൂടി ധരിച്ച് അവനോട് എതിർത്ത് നിൽക്കണം. ഇല്ലെങ്കിൽ നമ്മൾ പരാജയപ്പെട്ടു പോകും. ഈ പറയുന്ന ഞാനും നിങ്ങളും അത് ചെയ്തേ മതിയാകൂ. ഇതൊരു പാസ്റ്ററിന് പറയാൻ കഴിയുന്നില്ലെങ്കിൽ ഇതാ നിങ്ങൾ കേട്ടോ. ഇപ്പോൾ ഇവിടെ പ്രസംഗമൊക്കെ വല്ല ചക്കയും മാങ്ങയും കിട്ടുന്ന കാര്യമാണ് പ്രസംഗം. 10 ചക്കര ഉണ്ടാക്കുന്ന കാര്യമാണ് പ്രസംഗം. കഷ്ടത മാറ്റുന്നതാണ് പ്രസംഗം. കെട്ടഴിക്കുന്നതാണ് പ്രസംഗം. കഷ്ടതയും കെട്ടുമൊക്കെ അവിടെ കിടക്കട്ടെ.
സ്വർഗത്തേക്ക് പോകാനുള്ള റൂട്ട് ക്ലിയർ ആക്കുകയാണ് ഞാൻ ഈ ചെയ്യുന്നത്. ഗൂഗിൾ മാപ്പുണ്ട്, ഓരോ ദേശത്തേക്ക് പോകാൻ മാപ്പുകളുണ്ട്, ഓരോ സ്ഥലത്തേക്ക് പോകാൻ. ആ മാപ്പ് നോക്കി പോകുന്ന പോലെ അപ്പോസ്തലന്മാരുടെ മാപ്പാണിത്, സ്വർഗരാജ്യത്തിലേക്ക് പോകാനുള്ള ഗൂഗിൾ മാപ്പ്. വചനത്തിലൂടെ നിത്യത പ്രാപിക്കുവാൻ, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാംശം പ്രാപിച്ച സ്വർഗത്ത് പോകുന്ന ഒരു പഠിപ്പിക്കലുണ്ട്. തെറ്റ് തെറ്റ് തെറ്റ്. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് വിശുദ്ധിയിൽ വേർപാടും ജീവിച്ച് ലോകത്തോടും ജലത്തോടും പിശാചിനോട് യുദ്ധം ചെയ്ത് വിജയിക്കണം. അങ്ങനെ വിജയിച്ചു കഴിയുമ്പോൾ ആ സ്വർഗത്തിലേക്ക് പോകാനുള്ള ക്വാളിറ്റി നമുക്ക് കിട്ടും, അല്ല ചുമ്മാ ഒന്നും കിട്ടത്തില്ല. പിശാചിന്റെ ചതി 9 വെളിപ്പാട് 9 നമ്മൾ മനസ്സിലാക്കി. എന്താണ് ആ ചതി? ജാതികളെ തെറ്റിച്ചു കളയുന്ന സാധനം. അത് വായിച്ചില്ലേ? അത് ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ചു കളയുന്ന പിശാചും എന്ന മഹാസത്വം. ഭൂതലത്തെ മുഴുവൻ എന്ന് പറയുമ്പോൾ എല്ലാ മനുഷ്യരെയും തെറ്റിക്കുവാൻ, വിശ്വാസികളെ ഏറ്റവും കൂടുതൽ തെറ്റിക്കുന്നതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ തെറ്റിപ്പോകാതിരിക്കണമെങ്കിൽ തിരുവഴുത്തുകളെയും ദൈവശക്തി അറിയണം. ഇവിടെ ഇന്നത്തെ പഠനത്തിൽ ദൈവത്തിൻ്റെ സർവ്വായുധവർഗം ധരിക്കണം. ഓരോ വിശ്വാസിയും ധരിക്കണം, ഓരോ പാസ്റ്റർമാരും ധരിക്കണം. ഇത് പ്രസിഡന്റ് കസേര, സെക്രട്ടറി കസേര, ഖജാൻജി കസേരയിലേക്ക് കയറി കഴിഞ്ഞാൽ ഈ ദൂതൊക്കെ അങ്ങ് പോകും. പിന്നെ ഭരണം നടത്തലാണ്, ആള് കളിക്കല. അതുകൊണ്ട് വിശേഷമില്ല. ഇത് നീണ്ട 55 വർഷമായി പെന്തക്കോസ്ത് കുളത്തിൽ കണ്ടും മനസ്സ് മരവിച്ചിരിക്കുന്ന ഒരു മനുഷ്യനാണ്. അതുകൊണ്ടാണ് ഈ പറയുന്നത്. ഉപദേശം മനസ്സിൽ ജീവിച്ചക്കരെ പോകാനായിട്ട് ഒരുങ്ങിക്കോ. തെറ്റിച്ച് കളയുന്ന സാത്താനുണ്ട്, തെറ്റിച്ച് കളയുന്ന പിശാചിന്റെ അതിർച്ച ശക്തികളുണ്ട്. അവരോട് എതിർത്ത് നിൽക്കണം. അതിന് നമ്മുടെ പവർ കൊണ്ട് പറ്റത്തില്ല. ദൈവത്തിൻ്റെ സർവ്വായുധവർഗം വേണം. അതാണ് ഇന്നത്തെ വിഷയം. ആക്ഷരിക ഇസ്രയേൽ ഫലപ്രദമായി അവരുടെ ആക്ഷരിക ശത്രുവിനെതിരെ അവർ പോരാടി വിജയം വരിക്കുക. ആത്മീയ ഇസ്രയേലാകുന്ന നമ്മൾ തൊപ്പിയിട്ട് കിടക്കുകയല്ലേ ഇന്ന്. നിങ്ങൾക്കാലം ഒരു മടങ്ങി വരവിലേക്ക് ദൈവാത്മാവ് നിങ്ങളെ ആഹ്വാനം ചെയ്യുക. എന്നെയും നിങ്ങളെയും മടങ്ങി വരാനായിട്ട് ആഹ്വാനം ചെയ്യുക. നമ്മളൊരു വലിയ പോർക്കളത്തിലാണ് നിൽക്കുന്നത്. നമുക്ക് പോരാട്ടമുണ്ട്. ലോകത്തോടും ജഡത്തോടും പിശാചിനോടും പോരാട്ടമുണ്ട്. ഇവിടെ നമുക്ക് ദൈവത്തിൻ്റെ സർവ്വായുധവർഗം വേണം. 7 സർവ്വായുധവർഗം കഴിഞ്ഞ് 8ാമത്തെ കഷ്ടത എന്ന ഭാവം ആയുധമായി ധരിക്കണം. ഈ ആയുധങ്ങൾ ധരിച്ച് ഫലകരമായി വിജയകരമായി ക്രിസ്ത്യ ജീവിതം, ആയുധങ്ങൾ ധരിച്ച് പിശാചിനോട് എതിർത്ത് നിന്ന് ഫലകരമായ ക്രിസ്ത്യ ജീവിതം നയിച്ച് വിജയിക്കുന്നവർക്കാണ് പ്രൊമോട്ടഡ് ഹെവൻ, പ്രൊമോട്ടഡ് ബഹുല ദേശം, പ്രൊമോട്ടഡ് നിത്യത എന്നൊക്കെ പറയുന്നത്. അല്ലാതെയൊക്കെ കൊണ്ട് കുറിച്ചിടുന്നതൊക്കെ എനിക്കറിയത്തില്ല ഇതെവിടെ പോകും. ഇന്നത്തെ അടക്ക ശുശ്രൂഷ എനിക്ക് ഒട്ടും വിശ്വാസമില്ല. എനിക്ക് വേദനയാണ് തരുന്നത്. കാരണം ദൈവരാജ്യം പ്രാപിക്കുവാൻ, സ്വർഗരാജ്യം പ്രാപിക്കുവാൻ നമുക്ക് ലിഖിതമായൊരു പ്രമാണമുണ്ട്, ഒരു വ്യവസ്ഥിതിയുണ്ട്. അത് കർത്താവിൻ്റെ കൂടെ നടന്ന അപ്പോസ്തലന്മാർ പഠിപ്പിക്കുന്നുണ്ട്. ഇന്നത്തെ അപ്പോസ്തലന്മാർ പഠിപ്പിക്കാൻ നേരമില്ല. അവർക്ക് വേറെ വല്ലതൊക്കെ പറഞ്ഞിരിക്കും. അവിടെ പോക്കറ്റിൽ പോണ കാര്യത്തെക്കുറിച്ച് പറയാനാണ് അവർക്ക് താല്പര്യം. അങ്ങനെ അത് പറഞ്ഞു വരുമ്പോൾ ഇത് മറന്നു പോകുമായിരുന്നു. അതുകൊണ്ട് ഞാനിത് എടുത്ത് പറയുന്നത്. ഈ മെസ്സേജ് നിങ്ങൾ കേൾക്കുക, പല പ്രാവശ്യം വെച്ച് കേൾക്കുക, പലർക്കും ഷെയർ ചെയ്യുക. കർത്താവ് വരാറായി, സഭ മാറ്റപ്പെടാൻ നേരമായി. നമ്മൾ ആത്മീയ ഇസ്രയേലാണ്. നമുക്കെതിരെ ആത്മീയ ശത്രുവാണ് നിൽക്കുന്നത്. നമ്മൾ കോടതിയിലും കേസും വഴക്കിലും പോയി നമ്മുടെ ജന്മം പാഴാക്കുക. നിർത്തിയിട്ട് ആത്മീയ പോരാട്ടത്തിന് ഒരുങ്ങുക. ജഡത്തോടും ലോകത്തോടും ജഡത്തോടും പിശാചിനോട് യുദ്ധം ചെയ്യാനുള്ള ആത്മശക്തി പ്രാപിച്ചെടുക്കുക. ഒടുവിൽ കർത്താവിലും അവൻ്റെ ഔദാര്യത്തിലും ശക്തിപ്പെടുക. സമയം കിട്ടുമ്പോഴൊക്കെ ദൈവസന്നിധിയിൽ ആത്മാവിൽ പ്രാർത്ഥിച്ച് ബലപ്പെടുക, ശക്തിപ്പെടുക. അങ്ങനെ പിശാചിനോട് യുദ്ധം ചെയ്ത് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന ബഹുല ദേശത്ത് നിത്യത പ്രാപിക്കാൻ നമുക്ക് ഒരുങ്ങാം. അല്ലാത്ത പോക്കെല്ലാം അപകടമാണ്. ആ അപകടം മണത്തത് കൊണ്ടാണ് ഞാൻ ഈ ദൂത് ശക്തിയോടെ വിളിച്ചു പറയുന്നത്. അതിനായിട്ട് ഈ വചനത്തിൻ്റെ പ്രബോധനങ്ങൾ ഈ പറയുന്ന എനിക്കും നിങ്ങൾക്കും, ഞാനിത് പറഞ്ഞിട്ട് എൻ്റെ ഇഷ്ടപ്രകാരം പോയാൽ എൻ്റെ കാര്യവും പോക്കാം. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങാം. കർത്താവിൻ്റെ ഒരു താമസമെങ്കിൽ അടുത്ത തിങ്കളാഴ്ച തൃശ്ശൂർ ജില്ലയിലുള്ള അപ്പോള ഹോസ്പിറ്റലിൻ്റെ അടുത്ത് ഷാരോൺ പ്രയർ ഹാളിൽ വെച്ച്, എലിസബത്ത് ആൻറ്റിയുടെ ഷാരോൺ പ്രയർ ഹാൾ, പൊങ്ങം അപ്പോളോ ടൈസിൻ്റെ അടുത്തുള്ള ആ പെട്രോൾ പമ്പിൻ്റെ തൊട്ടടുത്തുകൂടിയുള്ള അടുത്തേക്കുള്ള വഴിയെ പോകുമ്പോൾ
പൊങ്ങം എന്നാണ് ആ സ്റ്റോപ്പിൻ്റെ പേര്. ആ പൊങ്ങത്ത് വെച്ച് ആ പ്രെയർ ഹാളിൽ വെച്ച്, ഷാരോൺ പ്രെയർ ഹാളിൽ വെച്ച് ഒരു ക്ലാസ് നടക്കുന്നുണ്ട്, ബൈബിൾ സ്റ്റഡി. അപ്പോസ്തലോപദേശത്തിൻ്റെ പഠനമാണ് അവിടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അത് അന്ന് അവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. വരാൻ സൗകര്യമുള്ളവരൊക്കെ വരിക, വചനം കേൾക്കുക, പഠിക്കുക. കർത്താവിൻ്റെ വരവായി. അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് കൂട്ടായ്മ വരച്ച് അപ്പം നുറുക്കി പ്രാർത്ഥന വെച്ചുമ്പോൾ അവരെ കർത്താവ് തൻ്റെ സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. അതാ സഭ. തെറ്റിപ്പോകരുത്. ഓരോ സംഘടനയെ കിടന്ന് സഭയാണെന്നും പറഞ്ഞ് അവസാനം കർത്താവിൻ്റെ വിരൽ തൊഴിഞ്ഞു പോകരുത്. അതിനാണ് ഞാനീ പറയുന്നത്. അങ്ങനെ യഥാർത്ഥ സഭയായി നമ്മൾ നിന്ന് കർത്താവിൻ്റെ വിരലുള്ളിൽ ഒരുങ്ങി പ്രത്യാശയോടെ പോകുവാൻ കർത്താവ് ഈ വചനങ്ങളിലൂടെ നമ്മെ സഹായിക്കട്ടെ. അതിനുള്ള പ്രബോധനങ്ങളായി വചനങ്ങൾ തീരട്ടെ എന്നാത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. കർത്താവ് വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.